നമ്മുടെ അടുത്തേക്ക് വരുന്ന യങ്സ്റ്റേഴ്സ് കൂടുതലും പേടിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്നല്ല ഇതിനെ സത്യത്തിൽ പറയുന്നത് ഡിസ്ലിപ്പിഡീമിയ എന്നാണ്. ലിപ്പിഡ്സിൻ്റെ അളവിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ, അത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വരുന്നത് കാരണം അവർക്ക് പേടിയാണ്. കാരണം വേറൊന്നുമല്ല, അടുത്തായിട്ട് കോവിഡ് വാക്സിൻ്റെ ഇതിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് യങ്സ്റ്റേഴ്സിൽ വരുന്നു എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പക്ഷേ അതിന് പ്രത്യേകം സ്റ്റഡീസൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ചെറിയ പ്രായത്തിലുള്ള 35 ആ ഒരു 30-35 വയസ്സിലുള്ള ആൾക്കാരൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അവർ വന്നിട്ട് പറയുകയാണ്, എൻ്റെ കസിൻ 35 വയസ്സേ ഉള്ളൂ, ഹാർട്ട് അറ്റാക്ക് വന്നു, എനിക്ക് കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം ഉണ്ട്, എനിക്ക് നിയന്ത്രിച്ചേ പറ്റുള്ളൂ. ഞാൻ വളരെ ലാഘവത്തോടെ ഇത് എടുക്കാറുള്ളൂ. കാരണം ഇവിടുത്തെ ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ അവർക്കത് മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോകുന്ന സമയത്ത് അവർക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ കൺട്രോളിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അമിന, മെഡിക്കൽ ഓഫീസർ, പ്രാണ നാച്ചുറൽ കെയർ സെൻറ്റർ. കൊളസ്ട്രോളിൽ വേരിയേഷൻ വന്നിരിക്കുന്നു, ലിപ്പിഡ്സിൽ വേരിയേഷൻ വന്നിരിക്കുന്നു. നമ്മൾ അറിയുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയിട്ടാണ്. അതിനകത്ത് നമുക്ക് HDL ഉണ്ട്, LDL ഉണ്ട്, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയിട്ടാണ് നമ്മൾ കൊളസ്ട്രോളിന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ വ്യത്യാസം വന്നു എന്ന് കണ്ടാൽ അപ്പോഴേ ചുറ്റുമുള്ളവരും നിങ്ങളും തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്, ഇനി ഇറച്ചിയും മീനും മുട്ടയും ഒന്നും വേണ്ട, ചോറും കറിയും മാത്രം മതി എന്നുള്ള ഒരു തീരുമാനം. സത്യത്തിൽ ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഒരിക്കലും അല്ല. ഇതല്ലാതെ വേറൊരു കൾപ്രിറ്റ് ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചും റിഫൈൻ ഓയിൽസിനെ കുറിച്ചുമൊക്കെ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു തന്നതാണ്. എന്നിട്ടും നമ്മുടെ ചുറ്റുമുള്ളവർ ഇന്നും അതിൻ്റെ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തായാലും വിശദമായിട്ട്, കാർബോഹൈഡ്രേറ്റ് എങ്ങനെയാണ് കൊളസ്ട്രോളിലേക്ക് എത്തിക്കുന്നതെന്ന്. കാരണം നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ അന്നജം മാത്രമല്ലേ ഉള്ളൂ, അതെങ്ങനെ പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാക്കും? ഇങ്ങനെ നമ്മൾ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളിൽ ചെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും ഒക്കെ കൂടി നിൽക്കുന്ന അവസരത്തിൽ ലിവർ വിചാരിക്കും ഫാറ്റിൻ്റെ ആവശ്യമുണ്ട്, ഫാറ്റ് കൂടി സെക്രീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനെ കൂടുതലായി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആളുകളിൽ കൊളസ്ട്രോൾ കൂടുന്നത്. ഇത്തരം പ്രവർത്തികൾ നമ്മളെല്ലാവരും പ്രവർത്തിച്ച് വരുന്നതാണ്. എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് ഒരു കുന്ന് ചോറ് ആണ് തന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഞാൻ ഒരു ബൗളിലേക്ക് മാറിയപ്പോൾ എൻ്റെ വീട്ടുകാരെ മാറ്റാൻ ഒരുപാട് സമയമെടുത്തു. കാര്യം പെട്ടെന്ന് ആർക്കും, കേരളത്തിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പറ്റില്ല. ആർക്കായിരുന്നു ഇത്രയും ചോറ് ആവശ്യമുണ്ടായിരുന്നത്? നമ്മുടെ ആൻസസ്റ്റേഴ്സിന്. അവർക്ക് ആവശ്യമായിരുന്നു. കാര്യം അവർ വയലിൽ പണിയെടുത്തിരുന്നവരാണ്, കാളയുടെ കൂടെ ഓടി പണിയെടുത്തിരുന്നവരാണ്. അവർക്ക് അത്രയും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവാനുള്ള വ്യായാമമുണ്ട്. നമ്മൾ അങ്ങനെയാണോ? നമുക്ക് വീടിനകത്തിരുന്ന് അല്ലെങ്കിൽ ഓഫീസിനകത്ത് ഇരുന്നു കൊണ്ടുള്ള പണികളാണ്. ഇനി ഈ ഇരുന്ന് കഴിച്ചതിനെ തന്നെ ഉരുക്കി കളയാനായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരുന്ന, വ്യായാമങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഒരു കുന്ന് ചോറ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ് കൂടി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അത് മനസ്സിലാക്കുക, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, അതെങ്ങനെ കൊളസ്ട്രോൾ ആവുന്നു, അത് പിന്നെ കൊളസ്ട്രോൾ എങ്ങനെ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ആവുന്നു, എല്ലാം മനസ്സിലാക്കി എപ്പോഴും ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിതശൈലി വരുന്ന കാലത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഒന്നും അധികം ഡേഞ്ചറസ് ആയിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊടുക്കുക. കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇനി നമുക്ക് റിഫൈൻഡ് ഓയിലിനെ കുറിച്ച് സംസാരിക്കാം. റിഫൈൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിഫൈ ചെയ്തു എന്ന് പറയപ്പെടുന്ന നമ്മുടെ പലതരം എണ്ണകൾ, എണ്ണക്കുരുക്കളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന എണ്ണകളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, സൺഫ്ലവർ ഓയിലിന് 160 രൂപയാണ്. നിങ്ങൾ സൺഫ്ലവർ സീഡ് മേടിക്കാറുണ്ടോ? 100 ഗ്രാമിന് ഒരുപാട് വിലയാണ്, 250-300 രൂപ കൊടുത്താണ് നമ്മൾ മേടിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ 160 രൂപയ്ക്ക് കിട്ടും? ഒരിക്കലുമില്ല. ഇതൊക്കെ അഡൾട്ടറേറ്റഡ് ആണ്. നമുക്ക് ബോഡിക്ക് യോജിക്കാത്ത തരം എണ്ണകളിൽ ഇതിൻ്റെ ഫ്ലേവേഴ്സ്, എസൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വിപണിയിലേക്ക് കൊണ്ടുവരുന്ന ഓരോരോ പ്രോഡക്ട്സാണ് സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറയുന്നത്. ഇത്തരം അഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള, അൺഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങളുണ്ടാക്കും. സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർ വിചാരിക്കും പാവം അത് വളരെ ഹെൽത്തിയാണ്, സൺഫ്ലവർ സീഡിൽ നിന്നല്ലേ, കോക്കനട്ട് ഓയിലാണ് പ്രശ്നം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരിക്കലുമല്ല. കോക്കനട്ട് ഓയിലും ഒലീവ് ഓയിലുമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റ് ഓയിൽസ്. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ ഇറച്ചിയും മീനെയും മുട്ടയൊക്കെ കിക്ക് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എടുത്ത് കളയേണ്ടതാണ് റിഫൈൻഡ് ഓയിൽസും കാർബോഹൈഡ്രേറ്റും.
കൊളസ്ട്രോൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ലിപ്പിഡ്സിൻ്റെ വേരിയേഷൻ വന്നിട്ടുള്ളവർക്ക് ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ കഴിക്കാവോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് കഴിക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അതിനെ അൺഹെൽത്തിഫൈ ചെയ്യാതിരിക്കുക, അതിനെ ടോക്സിൻ ആക്കി മാറ്റാത്ത രീതിയിൽ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഓയിലുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫൈൻഡ് ഓയിൽ ചേർക്കാണ്ട് ഒരുപാട് എരിവും പുളിയും ആക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വയറ്റിന് അനുയോജ്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ, വേറൊരു കാര്യമുണ്ട്, ഇത് കഴിക്കാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് മാത്രം കഴിക്കുക അതല്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് പോർഷൻ കൺട്രോളിനെ കുറിച്ച്. ഫൈബറും നമ്മുടെ അന്നജവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്ലേറ്റ്, നല്ല ഫാറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കണം എപ്പോഴും കഴിക്കാനുള്ളത്. അപ്പോൾ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാമെന്ന് വെച്ച് പ്ലേറ്റ് കണക്കിന് കഴിക്കണം എന്നല്ല ഒരിക്കലും. അമിത ഭക്ഷണ രീതി അമിതമായിട്ട് നമ്മൾ കുടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല മിക്സിങ് നടക്കില്ല, ഒക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആവശ്യത്തിന് കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക. അമിതമായാൽ അമൃതും വിഷം. ആവശ്യത്തിന് കഴിക്കുക, ടോക്സിൻ ആക്കാതെ കഴിക്കുക. അതിനെ കുക്ക് ചെയ്ത് നമ്മുടെ രീതിയിൽ കുക്ക് ചെയ്ത് അതിനെ ടോക്സിൻ ആക്കാതെ നല്ല രീതിയിൽ വയറിന് യോജിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇറച്ചിയായാലും മീനായാലും അതുപോലെ മുട്ടയായാലും നിങ്ങൾക്ക് ഇത് ഉപകാരമേ ചെയ്യത്തുള്ളൂ. പക്ഷേ അതിൽ നിങ്ങൾക്ക് റെഡ് മീറ്റ് ഉപേക്ഷിക്കുക. റെഡ് മീറ്റ് ഇത്തരം കൊളസ്ട്രോൾ വേരിയേഷൻ വന്നുവെങ്കിൽ ഉപേക്ഷിക്കുക. മുട്ടയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. മുട്ട കഴിച്ചത് കൊണ്ടാണ് എനിക്ക് കൊളസ്ട്രോൾ വന്നത്. ഒന്നാമത്തെ കാര്യം, ഈ മുട്ടയ്ക്ക് ഒരു വെള്ള കളറാണ്, അപ്പോൾ അതെന്തോ ഒരു ഫാറ്റാണ് എന്നുള്ളൊരു ചിന്താഗതി. പിന്നെ അതിനകത്തുള്ള മഞ്ഞയാണെങ്കിൽ പറയാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ വെള്ളയ്ക്കും മഞ്ഞയ്ക്കും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. മഞ്ഞയ്ക്കകത്ത് കുറച്ചും കൂടി മിനറൽസും വൈറ്റമിൻസും ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഈ മുട്ടയാണ് നമ്മൾ കുറ്റം പറയുന്നത്. മുട്ട നമ്മൾ പണ്ടൊക്കെ പറയും സമീകൃത ആഹാരമാണെന്ന്, പണ്ടല്ല ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ കൂടുതലും കുറ്റം പറയുന്നുണ്ട്, വെയിറ്റ് കൂടുന്നത് മുട്ട കാരണമാണ്, അല്ലെങ്കിൽ വെയിറ്റ് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മുട്ട കുറയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മുട്ടയൊക്കെ മാറ്റി നിർത്തുക. കുറേ മിഥ്യാധാരണകളുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് അത്ര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ആളല്ല. അതിനകത്തുള്ള വെള്ളയിലും മഞ്ഞയിലും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിനകത്ത് കൂടുതലായിട്ടും മിനറൽസും പ്രോട്ടീൻസും കുറച്ച് ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ്. അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളും ഹെൽത്തി ലൈഫും ഒക്കെ ആണെങ്കിൽ 1 മുതൽ 2 മുട്ടയൊക്കെ കഴിക്കാം. ഇനി നിങ്ങൾക്ക് വലിയ ഡയറ്റൊന്നും നോക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 1 കഴിക്കാം. അങ്ങനെ അത്ര വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളല്ല മുട്ട. എഗ്ഗുകളിൽ ഈ കാടമുട്ട എന്ന് പറയും, 1000 മുട്ടയ്ക്ക് ഒരു കാടമുട്ട തുല്യമാണെന്ന്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കാടമുട്ട കഴിച്ചിട്ട് പിന്നെ അടുത്തത് എടുക്കാനൊന്നും മടിക്കും. കാരണം 1000 കോഴിമുട്ടയ്ക്ക് തുല്യമല്ലേ, പിന്നെ എങ്ങനെയാണ് അടുത്തത്? അതാണെങ്കിൽ ഇത്രയും ചെറുതാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ മടിക്കും. പക്ഷേ അതൊക്കെ ജസ്റ്റ് മൊഴിയായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. കുറച്ച് ഗുണമുണ്ട്, അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. കുറച്ച് വൈറ്റമിൻസ് കൂടുതലുണ്ട്, ഒരു വൈറ്റമിനോ എന്തോ കൂടുതലുള്ളത് കൊണ്ടാണ് ഈ 1000 മുട്ടയ്ക്ക് തുല്യം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ താറാമുട്ടയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. തണുപ്പുണ്ട്, അപ്പോൾ നമുക്ക് ചൂട് ഉള്ള മുട്ട കഴിക്കാൻ പാടില്ലാത്ത വ്രണങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് താറാമുട്ട കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവർക്കൊന്നും വലിയ വ്യത്യാസങ്ങളില്ല. ഇനി കേട്ട് വരുന്ന വലിയ ഒരു മിഥ്യാധാരണയാണ് വെള്ള മുട്ടയും ഈ നാടൻ കോഴിമുട്ടയും. ഞാൻ നാടൻ കോഴിമുട്ടയെ കഴിക്കൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് തമ്മിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബ്ലോക്ക് മുട്ട, നാടൻ മുട്ടയ്ക്ക് കുറച്ചും കൂടി ഒരു ഓറഞ്ചിഷ് കളറ് എഗ് യോക്കിന്, ആ മഞ്ഞയ്ക്ക് കൂടുതലാണ്. അതിന് കാരണം നാടൻ കോഴി പുറത്തു പോയി ഈ ഇലകളൊക്കെ കൊത്തിക്കഴിക്കുമ്പോൾ അതിന് സാന്തോഫിൽ എന്ന് പറയുന്ന കളറ് കൊടുക്കുന്ന ഒരു വസ്തു, മഞ്ഞ കളർ കൊടുക്കുന്ന ഒരു വസ്തു കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ്. അത് ഈ പച്ചില കൊത്തി കഴിക്കുന്നത് കൊണ്ടാണ്. അത് കണ്ണിന് നല്ലതാണ് ഈ സാന്തോഫിൽ. അതിപ്പോൾ ഈ ബ്ലോക്ക് കോഴിക്കായാലും നമ്മൾ ഇല പറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കിട്ടും. ഇനി വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ നാടൻ കോഴിയെ തുറന്ന് വിടുമ്പോഴത്തേക്ക് അവർ പോയി പുഴുവിനെയും മറ്റൊക്കെ കൊത്തി കഴിക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ കുറച്ച് കൂടുതലുണ്ടാവും. അറ്റ് ദ സെയിം ടൈം വെള്ളമുട്ടയ്ക്കാണെങ്കിൽ അവർക്ക് മീനും ഫ്ലാക്സീഡും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് omega-3 ഫാറ്റി ആസിഡ് കൂടുതലുണ്ടാവും. അപ്പോൾ മുട്ടകൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി അങ്ങ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ മുട്ടകളും നല്ലത് തന്നെയാണ്. അത് കാടമുട്ട ഒന്ന് കഴിക്കുക അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, ദിവസവും മുട്ട കഴിക്കുന്നത് നല്ലതാണോ? എന്തെങ്കിലും ഗുണമുണ്ടോ? ഉറപ്പായിട്ടും മുട്ട ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് എപ്പോഴും പറയുന്നത് ഇതിനകത്ത് കൂടുതലും ഫാറ്റ് ആണെന്നാണെങ്കിലും ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് മിനറൽസും വൈറ്റമിൻസും ആണ്. വൈറ്റമിൻ ഡി ഉണ്ട്, ബി ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യവും കാൽസ്യവും ഒക്കെ ഉണ്ട്, കൊബാലമൈൻ ഉണ്ട്, പ്രോട്ടീനുണ്ട്, നല്ല ഫാറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയതാണ് മുട്ട. അപ്പോൾ ദിവസവും ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റീസുകാർക്ക് നല്ലതാണ്, കൊളസ്ട്രോളുകാർക്ക് നല്ലതാണ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് നല്ലതാണ്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യം
കാത്തു സൂക്ഷിക്കാനായിട്ട് നല്ലതാണ്. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ഫോലേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് ഹാർട്ടിൻ്റെ ആരോഗ്യം വളരെ നല്ല രീതിയിൽ നമുക്ക് പരിപാലിക്കാൻ പറ്റും. ഇനി നമ്മുടെ വയസ്സായ ആളുകളിൽ കോഗ്നീഷൻ പ്രോബ്ലംസ് ഉണ്ടാവും, അവർക്ക് കോർഡിനേഷൻ കിട്ടാത്ത പ്രോബ്ലംസ്, അവർക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യാൻ പറ്റാത്തത്, മെമ്മറി ലോസ്, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മുട്ട കഴിക്കുന്നത് കൊണ്ട് നല്ലൊരു പരിഹാരം കിട്ടും. അതുപോലെ തന്നെ മുട്ടയിലുള്ള കോലിൻ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പലതരം അസുഖങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ആണല്ലോ മൂലകാരണമായിട്ട് വരുന്നത്. അപ്പോൾ അതിനെയും ഈ ഒരു മുട്ട കഴിക്കുന്നത്, ദിവസത്തെ ഒരു മുട്ട കഴിക്കുന്നത് കൊണ്ട് അതും നമുക്ക് കുറഞ്ഞു കിട്ടും. ഇതിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീനും സെലീനവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദിവസം ഒരു മുട്ട കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യമല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. എന്ന് വെച്ച് ഒരുപാട് കഴിക്കണം എന്നല്ല. അപ്പോഴും ഞാൻ പറയുന്നു, കഴിക്കാം എന്ന് പറഞ്ഞത് പ്രകാരം 10 മുട്ട ഒരു ദിവസം കഴിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഒരു ഡോക്ടറോട് ചോദിക്കുക നിങ്ങൾക്ക് എത്ര മുട്ട കഴിക്കാൻ കഴിയുമോ. ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുട്ട കഴിക്കാൻ പാടില്ലായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം ഇത്തരം കാര്യങ്ങൾ എന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ റിപ്പോർട്ട്, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കാണിച്ചതിന് ശേഷം മാത്രം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒരുപാട് ടയേർഡ് ആവുക, അതുപോലെ തന്നെ മനം പുരട്ടൽ, ഛർദ്ദിക്കാൻ വരിക, അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നെഞ്ചിൻ്റെ ഭാഗത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, എപ്പോഴും ഒരു ടൈറ്റ്നസ്സോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒക്കെ അനുഭവപ്പെടുക, ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുക, പിന്നെ നമുക്ക് തന്നെ ഹാർട്ട് റേറ്റിലൊക്കെ വേരിയേഷൻ തോന്നുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൊളസ്ട്രോൾ കൂടുതലായി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പം തരിപ്പ് അനുഭവപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന, ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഒത്തിരി ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, ഹാർട്ടിൻ്റെ റേറ്റൊക്കെ കുറച്ച് വേരിയേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മനസ്സിലാക്കുക എന്താണ് കൂടുതൽ, എന്നിട്ട് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി നല്ല ചികിത്സ അതിനു വേണ്ടി എടുക്കുക. ഇത്തരം കൊളസ്ട്രോൾ ഉള്ളവർ നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത് എന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നാണ്. ക്ലീൻ എന്ന് വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള കിച്ചണിൽ ഉണ്ടാക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് ആവശ്യമില്ലാത്ത ഘടകങ്ങളില്ലാതെ, ആവശ്യമില്ലാത്ത സാധനങ്ങളില്ലാതെ ക്ലീൻ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതിൽ തന്നെ കോംപ്ലക്സ് അല്ലാത്ത കാർബോഹൈഡ്രേറ്റും, ഒരുപാട് റിഫൈൻഡ് ഓയിൽസിൽ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ആഹാരങ്ങളും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഫൈബർ കണ്ടൻറ്റ് എപ്പോഴും കൂടുതലായിട്ട് ഉപയോഗിക്കുക. കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള മില്ലറ്റ് പോലുള്ള ആഹാരങ്ങളും, ചാമ, ചോളം, റാഗി, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ഫൈബർ റിച്ച് ആണ്. അതിനകത്ത് തന്നെ കുക്കുംബർ, ക്യാരറ്റ്, ബ്രോക്കോലി, ബീൻസ്, ഇത്തരം ഫൈബർ കൂടുതലുള്ളത് കഴിക്കുക. ഞാൻ മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫൈബേഴ്സ് എപ്പോഴും നമ്മുടെ ഗട്ടിൽ ഒരു ചൂല് പോലെ ആക്ട് ചെയ്യുന്നതാണ്. എല്ലാ ആവശ്യമില്ലാത്തതിനെയും വലിച്ചെടുക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലേക്ക് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് തടയാനും ഈ ഫൈബേഴ്സ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരിക്കണം ഇങ്ങനെ കൊളസ്ട്രോളിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാനുള്ളത്. അതുപോലെ എന്ത് ഒഴിവാക്കണമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കോംപ്ലക്സ് അല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക, ഹൈ ഷുഗർ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, ഒത്തിരി സോൾട്ടി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക, മാത്രമല്ല റിഫൈൻഡ് ഓയിൽസ് തൊടാതെ ഇരിക്കുക, ഫുൾ ഡയറി പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക. ഇനി ആര് മുട്ട കഴിക്കരുത് എന്നുള്ളതിനെക്കുറിച്ചും കൂടി സംസാരിക്കാം. ഇത്തരം ആളുകൾ ദയവായി ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് വന്നവർ, അവർ ഹാർട്ടിന് പ്രശ്നങ്ങളുള്ളവർ, അവർ ആഴ്ചയിൽ 3 തവണയോ 5 തവണയോ ഒക്കെ അവർക്ക് എടുക്കാം. 3 മുതൽ 5 തവണ എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. നല്ല ഡയറ്റൊക്കെ നോക്കി നല്ല എക്സസൈസൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 2 മുട്ട വരെ ദിവസവും കഴിക്കാം. അതുപോലെ തന്നെ മുട്ടയ്ക്ക് ഇൻടോളറൻസ് ഉള്ളവർ, എഗ് ഇൻടോളറൻസ്, അത് കഴിച്ച് 2 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂറിനകം നിങ്ങൾക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാവുക, ഗ്യാസ് കയറുക, അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക, ഇങ്ങനെ പെരുകി നിൽക്കുക, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മുട്ട കഴിക്കാതിരിക്കുക. മുട്ട ഗ്യാസ് ഉണ്ടാക്കുമോ എന്നുള്ളൊരു സംശയം ഒരുപാട് ആളുകളിലുണ്ട്. എല്ലാവർക്കും ഇത് ഗ്യാസ് ഉണ്ടാക്കില്ല. ചില ആളുകളിൽ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സൾഫേറ്റ് അത് വിഘടിച്ചതിന് ശേഷം ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അബ്ഡോമൻ്റെ ഇത് കാരണമാണ്. അപ്പോൾ അത്തരം ആളുകൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ഗ്യാസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത്തരം ശീലം ഒഴിവാക്കുക. പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കേണ്ടി വരുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കിയാൽ മതി. മറ്റുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ച്
കഴിച്ച് ഹെൽത്തി ആയി ബോഡി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൊളസ്ട്രോളിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിലിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക. കൊളസ്ട്രോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത്തരം ഇറച്ചിയും മീനെയും മുട്ടയും ഒക്കെ കുറ്റം പറഞ്ഞ് അതുപോലെ തന്നെ മുട്ടയൊക്കെ വേർതിരിച്ച് ആ മുട്ട കഴിക്കില്ല ഇതേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മിഥ്യാധാരണകളൊക്കെ നിങ്ങൾക്ക് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.